ഹലോ ഫ്ലോക്സ്, വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഫ്രം മൈ ചാനൽ. ഇന്ന് നമ്മളൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ പായസം ഉണ്ടാക്കാനായിട്ടൊരു കാരണമുണ്ട്. അതായത് എൻ്റെ കെട്ടിയോൻ പറഞ്ഞു, എനിക്ക് പായസം ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് 2 ദിവസമായി എൻ്റെ പുറകെ നടക്കുന്നത്. അപ്പോൾ നമ്മളതൊന്നും കൺസിഡർ ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എല്ലാ പ്രാവശ്യവും സേമിയ പായസവും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടാക്കണം, എന്നാൽ പിന്നെ ഒരു ചെറുപയറിൻ്റെ പായസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ പരിപാടികൾ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുപയറിൻ്റെ പരിപ്പെടുത്തിട്ടുണ്ട്. അത് നമുക്ക് കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ആ പരിപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല ഇതായിട്ടുള്ളത്. അപ്പോൾ ഞാനതൊന്ന് കഴുകിയിട്ട് നമ്മൾ ഒരു ചട്ടി വെച്ച് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി പിന്നെ നമ്മൾ കഴുകുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു കഴുകിയിട്ട് അങ്ങ് വറക്കുവാണെങ്കിൽ പിന്നെ അതിനകത്തെ ചെളിയും പൊടിയൊക്കെ അങ്ങ് പോവുമല്ലോ. അപ്പോൾ അതൊന്ന് നമ്മളൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തെടുക്കുമ്പം ഇത് വറന്നോന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ടക്കടന്ന് പൊട്ടൽ പോലെ കേൾക്കും. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവം. പിന്നെ വെള്ളത്തിലായതുകൊണ്ട് കുറച്ചൊരു പണിയാണ് ആദ്യം ഒന്ന് ഇളക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതുപോലെ നല്ലപോലെ വറക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഒരു ചെറിയൊരു ഗോൾഡൻ കളർ കയറുമ്പോഴത്തേക്കും നമ്മുടെ അതിൻ്റെ കറക്റ്റ് പരുവത്തിലുള്ള വറവ് ആയി. അങ്ങനെ അത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനൊന്ന് മാറ്റി വെക്കാം. ഒന്ന് തണുക്കാൻ വേണ്ടി. തണുക്കണം എന്നൊന്നുമില്ല കേട്ടോ, അതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് അടുത്ത് നമ്മുടെ ഒരു കുക്കർ വെക്കാം. അതല്ല എങ്കിൽ നമുക്ക് ശർക്കര ഉരുക്കുകയും ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിവിടെ ശർക്കരയാണ് ആദ്യം ഉരുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ 2 ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഞാനത് തീയെ വെച്ച് ഒന്ന് ഇതായി വരട്ടെ. അപ്പോൾ ഞാനതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര. അത് അങ്ങനെ കട്ടയായിട്ട് തന്നെ കിടക്കുമ്പോഴേ അത് പെട്ടെന്ന് അലുത്ത് കിട്ടുകയല്ലോ. അതുകൊണ്ട് തന്നെ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതല്ല എങ്കിൽ നമുക്ക് ഇടികുറ്റിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചു കൊടുത്താലും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതല്ല ഇങ്ങനെ പാനിയാക്കണമെന്നുമില്ല, കല്ലൊന്നും ഇല്ലാത്ത സംഭവമാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ശർക്കര അതിനകത്തോട്ട് ചിരണ്ടി ഇട്ട് കൊടുത്താലും അത് പെട്ടെന്നായി കിട്ടുന്നേ ഉള്ളൂ. അപ്പം അത് ശർക്കര അവിടെ ആയി. അത് അവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചു. നമ്മൾ അടുത്ത കുക്കർ വെച്ചു. അപ്പം നമ്മൾ എത്രയാണോ നമ്മൾ പരിപ്പെടുത്തത്, അതായത് ചെറുപയറിൻ്റെ പരിപ്പെടുത്തത്, അത്രയും തന്നെ അരി എടുക്കുക. സെയിം അളവാണ് ഞാൻ എടുത്തത്. കൂട്ടി വേണമെങ്കിൽ, അതായത് ചെറുപയർ കൂട്ടി അരി കുറച്ച് അങ്ങനെയാണെങ്കിലും എടുക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അരി കൂടുതലാകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നോട്ട് വരിക, ചെറുപയറിൻ്റെ ടേസ്റ്റ് മുന്നിലോട്ട് വരികയില്ല. അപ്പം അതൊന്ന് നോക്കിയാൽ മതി. നിങ്ങൾക്ക് ചെറുപയറിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ വേണ്ടതെങ്കിൽ അരി കുറച്ചിട്ട് ചെറുപയർ കൂട്ടിയെടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. അരിയും കഴുകി ഞാൻ കുക്കറിനകത്തിട്ട് കേട്ടോ. അപ്പം അതൊന്ന് വേവിക്കുക. നമുക്ക് 1 or 2 വിസിലടിച്ചാൽ മതി. ഞാനിവിടെ 1 വിസിലേ അടിച്ചിട്ടുള്ളൂ. നമുക്കിങ്ങനെ അരിയൊക്കെ കടിച്ച് കിടക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഫുള്ള് അലുത്ത് പോകണ്ട എന്നുണ്ടെങ്കിൽ 1 വിസിൽ മതി. അതല്ല എങ്കിൽ നമുക്ക് 2 വിസിൽ അടിക്കാം. ഈ സംഭവം ഇതാവുന്ന ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരണ്ടി എടുക്കുന്നുണ്ട്. അത് നമ്മൾക്ക് പാലാക്കി എടുക്കാം. അതിൻ്റെ 1, 2, 3 പാലെടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കുക്കറിനകത്ത് വെള്ളം ഒഴിക്കുന്നതിന് പകരം 3-ാം പാൽ ചേർത്താണേലും വെക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. തേങ്ങയുടെ ആ ഒരു ടേസ്റ്റൊക്കെ തേങ്ങാപ്പാൽ എത്ര ചേർക്കുന്നോ അത്രയും നല്ലതാണ്. അപ്പം തേങ്ങ ഇവിടെ ചിരണ്ടി ഞാനിവിടെ പാലെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മീൻസ് ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് അതിനകത്ത് 2 ഏലക്കായും അതേപോലെ തന്നെ ജീരകവും കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. ഞാനത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയി കേട്ടോ. അതൊന്ന് പൊടിച്ച് നമ്മൾ ഈ സമയത്ത് തന്നെ എടുത്ത് അവിടെ വെക്കുക. അതും കൂടി നമ്മൾ ചേർക്കണമല്ലോ, എന്നാലേ ആ പായസത്തിൻ്റെ ആ ഒരു ശരിയായ ഒരു ടേസ്റ്റിലോട്ട് നമുക്ക് വരുള്ളൂ. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ ചിരണ്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് പാലാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറിനകത്ത് വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ഗ്യാസ് തന്നെ അതിൻ്റെ കാറ്റ് തന്നെ പോയി. ഇനി അടുത്തത് അത് തുറന്ന് നോക്കി, അത് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും വെന്ത് കിട്ടിയാൽ മതി, അതുകൊണ്ടാണ് ഞാൻ അത്രയാക്കിയത്. അതല്ല എങ്കിൽ 1 വിസിലും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയാണ്. ഇത് കണ്ടോ, ഇത് നമ്മൾ കടിച്ച് കിടക്കുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അതിനകത്തോട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കുക. ഇനി അധികം പരിപാടികളൊന്നുമില്ല. 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് നല്ല പോലെ ഒന്ന് വേവണ്ട, മീൻസ് വെന്ത സംഭവമാണ് അത്. നല്ല പോലെ ആ ചോറയിലോട്ടും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പയിലോട്ടും കൂടി നല്ല പോലെ ഒന്ന് പിടിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കണം.
അപ്പോൾ ആ മധുരവും എല്ലാം കൂടി ഒന്ന് നല്ലപോലെ പിടിക്കും. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര മീൻസ് പഞ്ചസാരയും ഏലക്കയും ജീരകവും കൂടി അതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാണിക്കാനായിട്ട് എടുക്കാനായിട്ട് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ അതും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടി പിടിക്കുന്നുണ്ടോ എന്ന് ഇളക്കി കൊടുക്കണം. കാരണം 2ാം പാലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്, 1ാം പാൽ ഇതുവരെ ചേർത്തിട്ടില്ല. അതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് നല്ലപോലെ ആ ശർക്കരപ്പാനിയും ആ തേങ്ങയും എല്ലാം കൂടി ഒന്ന് നമ്മുടെ ആ അരിയിലോട്ടും അതിൻ്റെ ആ പരിപ്പയിലോട്ടും കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇനിയാണ് നമ്മൾ 1ാം പാൽ എല്ലാം ഒന്ന് സെറ്റായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ 1ാം പാലൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഒത്തിരി ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നിട്ട് ഇളക്കി കൊടുക്കുക. അടി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെ ഒത്തിരി കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പം അതൊന്ന് ചെറിയൊരു തിള വരുന്നിടം വരെ ഒന്ന് ഇളക്കുക. എന്നിട്ട് നമ്മുടെ അണ്ടിപ്പരിപ്പ് അതേപോലെ തന്നെ മുന്തിരിങ്ങ അതൊക്കെ ഒന്ന് ഇടുകയും കൂടി അതിനകത്തോട്ട് വേണം. അപ്പം നമ്മുടെ പായസം ഏറെക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കാഷ്യൂനട്ടും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗീ ഇവിടെ ഒഴിച്ചു. അതിനകത്തോട്ട് കാഷ്യൂ പൊട്ടിച്ചത് ഞാൻ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് തന്നെ നമ്മുടെ കിസ്മിസും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് കടിക്കാനും ഒരു നല്ല രസമല്ലേ, അത് പായസത്തിൻ്റെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി അവിടെ റെഡി ആക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് നമ്മുടെ ഇവിടെ കിസ്മിസും കാജുവും കൂടി റെഡിയായി വരികയാണ്. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്കത് കോരി മാറ്റാം. പെട്ടെന്നാവും കേട്ടോ, കിസ്മിസും കാജുവും ഒക്കെ പെട്ടെന്നാവും. അതിനൊന്നും അധികം സമയം വേണ്ട. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം. നല്ലൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ ഇവിടെ തേങ്ങാക്കൊത്തും വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഒന്ന് കോരി നമ്മുടെ പായസത്തിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ പായസം, ചെറുപയർ പായസം ഇവിടെ റെഡി ആയിട്ട് കണ്ടോ. ആ നെയ്യ് അടക്കം ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ചട്ടിക്കകത്ത് അവിടെ വെക്കണം എന്നൊന്നുമില്ല. ആ നെയ്യ് അടക്കം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെയും കൂടി ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ എല്ലാം കൂടി ഇട്ടോ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഇനി തിളപ്പിക്കേണ്ട ഒന്നും ഒരു ആവശ്യമില്ല. സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് കുടിക്കുക എന്നൊരൊറ്റ പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊന്നും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും